31 സങ്കീർത്തനം 19 വാക്യം നമുക്ക് വായിക്കാം. 31 സങ്കീർത്തനം 19 വാക്യം വായിക്കാം. യെസ്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നെ ആശ്രയിക്കുന്നതിനു വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയത്. ഈ തിരുവെഴുത്തിനായി ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശുദ്ധ വേദ പുസ്തകത്തിൽ ഭക്തന്മാർക്കുള്ള നിരവധി അനുഗ്രഹങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് 20ഓളം അനുഗ്രഹങ്ങൾ ദൈവഭക്തന്മാർക്ക് വേണ്ടി പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് രണ്ട് കാര്യങ്ങളാണ് അതിന് നേരമുള്ളൂ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഭക്തന്മാർക്കുള്ള അനുഗ്രഹത്തെക്കുറിച്ച് പറയും മുമ്പ് ഭക്തൻ ആരാണെന്ന് പഠിക്കണം. നമ്മൾ ഭക്തനെന്നും ഭക്തി എന്നൊക്കെ കൂടെ പറഞ്ഞു വിടും. എന്നാൽ ഭക്തി എന്ന പദത്തിന് 4 പദങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ബൈബിൾ കോളേജ് അധ്യാപനായ സാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നാമത് യോജിച്ച പദം ഫിയർ എന്ന പദമാണ്, ഭയം എന്ന പദമാണ്. രണ്ടാമത് യോജിച്ച പദം റെവറൻസ് എന്ന പദമാണ്, ബഹുമാനം എന്ന പദമാണ്. മൂന്നാമത് യോജിച്ച പദം ഒബീഡിയൻസ് എന്ന പദമാണ്, അനുസരണം എന്ന പദമാണ്. നാലാമത് യോജിച്ച പദം ലവ് എന്ന പദമാണ്, സ്നേഹം എന്ന പദമാണ്. അപ്പോൾ ഭക്തി എന്ന ഒരു വാക്കിന് 4 അർത്ഥമുണ്ട്. ഒന്ന് പറഞ്ഞേ. 1 ഭയം, ഫിയർ. 2 റെവറൻസ്, ബഹുമാനം. 3 ഒബീഡിയൻസ്, അനുസരണം. 4 ലവ്, സ്നേഹം. അപ്പം ഭക്തൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ ഭയപ്പെടും അവനാണ് ദൈവഭക്തൻ. എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ ബഹുമാനിക്കും അവനാണ് ഭക്തൻ. എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ അനുസരിക്കും അവനാണ് ഭക്തൻ. എല്ലാറ്റിനേക്കാളുപരി ആര് ദൈവത്തെ സ്നേഹിക്കും അവനാണ് ഭക്തൻ. ഇന്ത്യയിൽ 1000ഓളം ദൈവമക്കൾ ആരാധിക്കുന്ന ഒരു സഭയിൽ 2 തവണ ഞാൻ പ്രസംഗിക്കുകയുണ്ടായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സഭയല്ലത്. ആരാധനയുടെ ഒരു പ്രത്യേകത, അവിടെ ആരാധനയ്ക്ക് വരും ദൈവമക്കൾ മുമ്പിൽ നിന്ന് ഇരുന്ന് തുടങ്ങും. ആരോ ആദ്യം വരുന്നോ അവർ മുമ്പിൽ നിന്നിരിക്കും. ഇതുപോലെ കസേരയൊന്നുമില്ല, തറയിലാണ് ഇരിക്കുന്നത്. അവർ മുട്ടിന്മേൽ നിൽക്കും. അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുവാൻ തുടങ്ങും. പരസ്പരം അവർ സംസാരിക്കും മുമ്പ് ദൈവത്തോട് സംസാരിച്ചു തുടങ്ങും. 1000 പേരും കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ആരാധന ആരംഭിക്കും മുമ്പ് ഇങ്ങനെ വിളിച്ചു പറയും, എല്ലാറ്റിനേക്കാളുപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. രാവിലെ ഈ ആരാധനിക്കുന്ന എത്ര പേർക്ക് തൻ്റെ ഇടത്തോട് പറയാൻ കഴിയും, എൻ്റെ അപ്പനേക്കാളുപരി, എൻ്റെ അമ്മയെക്കാളുപരി, എൻ്റെ ഭാര്യയെക്കാളുപരി, എൻ്റെ ഭർത്താവിനേക്കാളുപരി, എൻ്റെ കുഞ്ഞുങ്ങളെക്കാളുപരി, എൻ്റെ ജോലിയേക്കാളുപരി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ കരം അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ ജീവനേക്കാൾ എൻ്റെ കർത്താവ് വലിയവനാണ്. ശക്തിയോടെ കരമടിച്ചാൽ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. പിശാചികൾക്ക് പറ, എനിക്കെല്ലാറ്റിലും വലുത് എൻ്റെ യേശുവാണ്. എൻ്റെ കർത്താവാണ് എനിക്കെല്ലാറ്റിലും വലുത്. ഹല്ലേലൂയ. എല്ലാവരെക്കാളുപരി യേശുവിനെ സ്നേഹിക്കുക. എല്ലാറ്റിലും യേശുവിനെ സ്നേഹിക്കുക. എല്ലാവരെക്കാളുപരി ദൈവത്തെ ഭയപ്പെടുക. എല്ലാറ്റിനേക്കാളുപരി ദൈവത്തെ ബഹുമാനിക്കുക. എല്ലാറ്റിനേക്കാളുപരി ദൈവത്തെ അനുസരിക്കുക. അവനാണ് ദൈവഭക്തൻ. ഈ ഭക്തിയെക്കുറിച്ച് പ്രസംഗിക്കാൻ തന്നെ 1 മണിക്കൂർ വേണം. പക്ഷെ ഞാൻ വായിച്ച വേദഭാഗം ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് കൈമാറാൻ പറഞ്ഞതായതുകൊണ്ട് ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നില ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. 1 ദൈവം തൻ്റെ ഭക്തന് വേണ്ടി നന്മ കരുതി വെക്കുന്നു, നന്മ നോക്കി വെക്കുന്നു, നന്മ സംഗ്രഹിച്ചു വെക്കുന്നു. രാവിലെ ഹോളിൽ വന്ന ദൈവമക്കളെ, നിങ്ങൾ ആരാധിക്കുന്ന സ്ഥലം ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. നിങ്ങൾ പാർക്കുന്ന വീട് ദൈവം നിങ്ങൾക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതാണ്. ഇന്ന് രാവിലെ ഇരിക്കുന്ന ആർക്കെങ്കിലും വീടിലെ ഭാരപ്പെടരുത്, ജോലിയിലെ ഭാരപ്പെടരുത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറ, ദൈവം എനിക്ക് വേണ്ടി നോക്കി വെച്ചിട്ടുണ്ട്. വാ തുറന്ന് പറ, കരമടിച്ചുകൊണ്ട് പറ, ദൈവം കരുതി വെച്ച്. ശക്തിയോട് കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് മക്കളെ വിശ്വാസത്തോട് പറ. കഴിഞ്ഞ ദിവസവും ചിലർക്ക് വന്ന് പറഞ്ഞു, ഇത്രയും ദിവസമായിട്ട് ജോലിയായില്ലെന്ന്. യേശുവിൻ്റെ നാമത്തിൽ പറ, ദൈവം കരുതി വെച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി നോക്കി വെച്ചിട്ടുണ്ട്. ശക്തിയോടെ പറ, കരുതി വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിട്ടുണ്ട്.
ദൈവം കരുതി വെക്കുന്നവനാണ്. ദൈവം നോക്കി വെക്കുന്നവനാണോ? ദൈവം സംഗ്രഹിച്ചു വെക്കുന്നവനാണോ? യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 6-ാം വാക്യം. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 6-ാം വാക്യം. യെഹെസ്കേൽ 20:6. പാസ്റ്റർ വേണേ കുറിപ്പ് കൊടുത്തു വായിക്കാനായിട്ട്. ഞാൻ അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവദേശങ്ങളുടെയും മഹത്വമായ അവരെ കൊണ്ടുവരുമെന്നും ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു. കൈ ഉയർത്തി നമുക്കൊരു സ്തോത്രം പറയാം ശക്തിയോട്. ശ്രദ്ധിക്കണം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടും മുമ്പ് തന്നെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി കനാനിൽ നന്മ നോക്കി വെച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിന്നോട് പറയാം, നീ കേരളത്തിൽ നിന്ന് പുറപ്പെടും മുമ്പ് തന്നെ ദൈവം നിനക്ക് വേണ്ടി ഇവിടെ നന്മ നോക്കി വെച്ചിട്ടുണ്ട്. ദൈവം നോക്കി വെക്കുന്നവനാണ്, ദൈവം കരുതി വെക്കുന്നവനാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിനക്ക് വേണ്ടി വീടും ജോലിയും മാത്രമല്ല, നിന്റെ തലമുറകൾക്ക് വേണ്ടി അവൻ തക്ക തുണകളെ നോക്കി വെച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി നിത്യത ഒരുക്കിയവൻ മാത്രമല്ല, ഈ ഭൂവിലേക്ക് നമ്മളെ അയച്ചവൻ ഇവിടെ വേണ്ടതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്, നോക്കി വെച്ചിട്ടുണ്ട്. ദൈവം നോക്കി വെക്കുന്നത്, ദൈവം കരുതി വെക്കുന്നത്, ദൈവം സംഗ്രഹിച്ചു വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും. പാലും തേനും ഒഴുകുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഒത്തിരി ചെറുപ്പക്കാരുണ്ടല്ലോ. മക്കളെ, ദൈവം നിനക്ക് വേണ്ടി കരുതുന്നവനാ, ദൈവം നിനക്ക് വേണ്ടി നോക്കി വെക്കുന്നവനാ. നിനക്ക് വേണ്ടി വിദ്യാഭ്യാസ ശ്രേഷ്ഠതയും ജോലിയും മാത്രമല്ല, നിനക്ക് വേണ്ടി തക്ക തുണകളെ ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. ഇണകളെ അല്ല, തുണകളെ ദൈവം നിനക്ക് വേണ്ടി നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ തന്നെ സൺഡേ സ്കൂൾ ക്യാമ്പിനും PIPA ക്യാമ്പിനും കോളേജിലും ബസ് സ്റ്റാൻഡിലും ഇണയെ നോക്കി അലയണ്ട. സ്തോത്രം പറഞ്ഞില്ല. ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. ദൈവം നോക്കി വെക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും. ലോകമെങ്ങുമുള്ള പെന്തക്കോസ്തുകാർ കരയുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, തകരുന്ന കുടുംബ ബന്ധങ്ങൾ, തകരുന്ന വിവാഹ ബന്ധങ്ങൾ, വഴിവിട്ടു പോകുന്ന മക്കൾ. ഞാൻ കല്യാണോത്സവം നടത്തുന്ന ആൾ, നിങ്ങൾ കേൾക്കാറുമുണ്ട്. ഞാൻ കൂടെ പറയും, പ്രേമം യോജിപ്പിക്കുന്ന ഇതൊക്കെ കൂടെ പ്രസംഗിക്കണം. പ്രേമം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, സൗന്ദര്യം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, പണം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്, ദൈവം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്. ദൈവം യോജിപ്പിക്കുന്നതിന് ദൈവം ഉത്തരവാദിയായിരിക്കും. മക്കളെ, ദൈവം നിനക്ക് വേണ്ടി ഒന്ന് കരുതി വെക്കുമ്പോൾ, ദൈവം നിനക്ക് വേണ്ടി ഒന്ന് നോക്കി വെക്കുമ്പോൾ, പിശാച് തീരുമാനിക്കും നിന്നെ അവിടെ എത്തിക്കത്തില്ലെന്ന്. ദൈവം നിനക്ക് വേണ്ടി നല്ലൊരു വിദ്യാഭ്യാസ ശ്രേഷ്ഠത നോക്കി വെക്കുമ്പോൾ, നല്ലൊരു ഭാവി നോക്കി വെക്കുമ്പോൾ, പിശാച് തീരുമാനിക്കും നിന്നെ അവിടെ എത്തിക്കത്തില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം പറയാം. ജീവിതത്തിൽ ഏത് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോഴും നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് വേണ്ടി കരുതി വെച്ചത്, എനിക്ക് വേണ്ടി നോക്കി വെച്ചത് ഇത് തന്നെയാണോ എന്ന് ദൈവത്തോട് ചോദിക്കണം. ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവിൽ നിന്നോട് പറയാം, കർത്താവിനായി കഷ്ടപ്പെടുന്ന ദൈവവേദലേ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നഷ്ടപ്പെടാതെ നിൻ്റെ കയ്യിൽ തരുവാൻ എൻ്റെ ദൈവം ശക്തനായവനാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് നഷ്ടപ്പെടാതെ നിൻ്റെ കയ്യിൽ തരാൻ ദൈവശക്തനാ. അതാണ് 16-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു. 16-ാം സങ്കീർത്തനം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്താ 16-ാം സങ്കീർത്തനം 5-ാം വാക്യം? എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. ഇന്ന് രാവിലെ കൈയൊന്ന് ഉയർത്തി വായം തുറന്ന് ശക്തിയോട് പിശാചികൾക്ക് പറ, എൻ്റെ ദൈവം എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും. ശക്തിയോട് കരമടിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവം എൻ്റെ ഓഹരിയെ പരിപാലിക്കും. ദൈവം നിൻ്റെ ഓഹരിയെ പരിപാലിക്കും. നീ എവിടെ കിടന്നാലും നിൻ്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. പിശാച് എത്ര തവണ നിൻ്റെ അവകാശം മാറ്റാൻ നോക്കിയാലും, ഭാവി 100 പ്രാവശ്യം ദോഷം ചെയ്താലും, യഹോവയെ ഭയപ്പെടുന്ന ഭക്തന് നന്മ വരും. ശക്തിയോട് കൈയടിച്ച് പറ കുഞ്ഞേ, ഹല്ലേലൂയ, ദൈവം എൻ്റെ ഓഹരിയെ പരിപാലിക്കും. ദൈവം എൻ്റെ ഓഹരിയെ പരിപാലിക്കും. ഇനിയാണ് പ്രസംഗം തുടങ്ങുന്നത്.
ദൈവം ആരുടെ ഓഹരിയാണ് പരിപാലിക്കുന്നത്? ആ വാക്യം ഒന്നുകൂടെ വായിച്ച സിസ്റ്ററെ, ആരുടെ ഓഹരിയാ പരിപാലിക്കുന്നത്? എൻ്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. ദൈവം ആരുടെ ഓഹരിയാണ് പരിപാലിക്കുന്നത്? പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ട് നിന്നു. എൻ്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവ എന്ന് പറയുന്ന ദൈവ പൈതലേ, നിന്റെ ഓഹരിയെ ദൈവം പരിപാലിക്കും. എന്താണ് അവകാശം? എന്താണ് പാനപാത്രം? അവകാശം അത് ബലത്തെ കാണിക്കുന്നു, അവകാശം അത് ശക്തിയെ കാണിക്കുന്നു, അവകാശം അത് സൗഖ്യത്തെ കാണിക്കുന്നു, അവകാശം അത് ബലത്തെ കാണിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിനോട് പറയാം, നിന്റെ അവകാശം നീ ദൈവത്തിന് കൊടുത്താൽ നിന്റെ പാനപാത്രം അവൻ ഏറ്റെടുക്കുന്ന ദൈവമാണ്. ഒന്നുകൂടെ പറയാം, അവകാശം ശക്തിയെ കാണിക്കുന്നു, അവകാശം ബലത്തെ കാണിക്കുന്നു. എന്നാൽ പാനപാത്രം കഷ്ടതയെ കാണിക്കുന്നു, രോഗത്തെ കാണിക്കുന്നു, ഞെരുക്കത്തെ കാണിക്കുന്നു, ഇല്ലായ്മയെ കാണിക്കുന്നു. നിന്റെ അവകാശം ദൈവത്തിന് കൊടുത്താൽ നിന്റെ പാനപാത്രം നീ കൊടുത്തില്ലെങ്കിലും എൻ്റെ ദൈവം ഏറ്റെടുക്കുന്ന ദൈവമാണ്. കുഞ്ഞെ, ബലമുള്ളപ്പോൾ ദൈവത്തെ ആരാധിച്ചാൽ, സൗഖ്യമുള്ളപ്പോൾ അവനെ സ്തുതിച്ചാൽ, ശക്തിയുള്ളപ്പോൾ അവനെ മഹത്വപ്പെടുത്തിയാൽ, ബലമില്ലാതെയാകുമ്പോൾ, സൗഖ്യമില്ലാതെയാകുമ്പോൾ, ശക്തിയില്ലാതാകുമ്പോൾ അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഓ, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കൂ. നിന്റെ അവകാശം ദൈവത്തിന് കൊടുക്ക്, നിന്റെ ബലം ദൈവത്തിന് കൊടുക്ക്, നിന്റെ ശക്തി ദൈവത്തിന് കൊടുക്ക്. കരയാൻ ബലമുള്ളപ്പോൾ കര, പ്രാർത്ഥിപ്പാൻ ബലമുള്ളപ്പോൾ പ്രാർത്ഥിക്ക്, ഉപസിപ്പാൻ ശക്തിയുള്ളപ്പോൾ ഉപസിക്ക്. നിന്റെ കയ്യിലുള്ളപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്ക്. ബലമില്ലാതെയാകുമ്പോൾ അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ലോ. ഇന്ന് വായിച്ച സങ്കീർത്തനം അതാ. ദൈവപുത്രന്മാരെ ആര് കൊടുക്കണം? ആർക്ക് കൊടുക്കണം? എങ്ങനെ കൊടുക്കണം? എത്ര കൊടുക്കണം? ആര് കൊടുക്കണം? ദൈവപുത്രന്മാർ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ഇവിടെ വരുന്ന ദൈവത്തിന് കൊടുക്കാനാ. എന്ത് കൊടുക്കണം? ബലവും ശക്തിയും കൊടുക്കണം. എങ്ങനെ കൊടുക്കണം? അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ എന്ത് പറ്റും? അവസാന വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. 1, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. 2, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകും. 3, യഹോവ തൻ്റെ ജനത്തിന് അനുഗ്രഹിക്കും. നീ ഇത്തിരി ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാൽ പോകുന്നത് ഒത്തിരി ശക്തിയോടെ ആയിരിക്കും. നീ ഇത്തിരി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഇവിടുന്ന് പോകുന്നത് ഒത്തിരി ശക്തിയോടെ ആയിരിക്കും. ബലം ദൈവത്തിന് കൊടുക്കണം, ശക്തി ദൈവത്തിന് കൊടുക്കണം, അവകാശം ദൈവത്തിന് കൊടുക്കണം. ഒന്നുകൂടെ പറയാം, നിനക്ക് കരയാൻ ധാണിയുള്ളപ്പോൾ കരഞ്ഞോണം, പ്രാർത്ഥിപ്പാൻ ബലമുള്ളപ്പോൾ പ്രാർത്ഥിച്ചോണം, ഉപസിപ്പാൻ ശക്തിയുള്ളപ്പോൾ ഉപസിച്ചോണം, നിന്റെ കയ്യിലുള്ളപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തോണം. ഞാൻ കൂടെ കൂടെ പറയാനുള്ള പദം പറയട്ടെ, കരയാത്തവനെ കരയിപ്പിക്കാൻ ദൈവത്തിനറിയാം, പ്രാർത്ഥിക്കാത്തവനെ പ്രാർത്ഥിപ്പിക്കാൻ ദൈവത്തിനറിയാം, മോളോട്ട് നോക്കാത്തവനെ നോക്കിക്കാൻ ദൈവത്തിനറിയാം. പ്രതിസന്ധി വന്നിട്ടല്ല നീ കരയേണ്ടത്, പ്രശ്നം വന്നിട്ടല്ല നീ കരയേണ്ടത്, നേരത്തെ കരഞ്ഞോണം. കരയാൻ ഒരു കാര്യമില്ലെങ്കിലും ഇതിനകത്ത് കരയുന്ന ചിലരുണ്ട്. അവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരയാൻ കാര്യം നോക്കിയിരിക്കരുത്. നീ ദൈവത്തിൽ മുട്ടുകുത്തുമ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞുകൊള്ളണം. ഞാൻ ഒന്നുകൂടെ പറയുക, ഒരു കൃപാവരവും നിനക്കില്ലെങ്കിലും ദൈവത്തിൽ മുട്ടുകുത്തുമ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നെങ്കിൽ സകല കൃപാവരത്തിൽ ശ്രേഷ്ഠമാണ് കരയാനുള്ള കൃപ. കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച മക്കളെ, ബലം ദൈവത്തിന് കൊടുക്ക്, ശക്തി ദൈവത്തിന് കൊടുക്ക്, ആരാധന ദൈവത്തിന് കൊടുക്ക്. ഇതിനകത്ത് വന്ന സകല ആളുകളും കൈകളടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് നിന്റെ അവകാശം ദൈവത്തിന് കൊടുക്ക്. പലരും ബലം ദൈവത്തിന് കൊടുക്കില്ല, പലരും അവകാശം ദൈവത്തിന് കൊടുക്കില്ല, പലരും ശക്തി ദൈവത്തിന് കൊടുക്കില്ല, പലരും കൊടുക്കുന്ന പാനപാത്രമാണ്. വിസായിക്ക് പ്രോബ്ലമൊന്നും ഇല്ലാത്തപ്പോൾ എന്തിനാ ഉപസിക്കുന്നേ? പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തപ്പോൾ എന്നാത്തിനാണ് കരയുന്നത് അല്ലേ? ഈ ഗൾഫിലാറ്റിലൊക്കെ കിടന്നിട്ട് വന്നോളിൽ നമ്മളൊക്കെ, നിങ്ങളുടെ ആരാധന എനിക്കൊന്നു വളരെ സംതൃപ്തിയുണ്ട് പാസ്റ്റേ, സന്തോഷമുണ്ട്. ഞാൻ വളരെ അപൂർവമായി ഇങ്ങനത്തെ ആരാധനകൾ ഈ വിദേശങ്ങളിൽ കാണാറുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ 10 പുത്തനായി കഴിഞ്ഞാൽ പിന്നെ മട്ടം അങ്ങ് മാറും. ഞാൻ കൂടെ പറയും, ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവം. ഇടയ്ക്കിടയ്ക്ക് ദൈവം തമ്പുരാൻ ദൂത് മാറ്റിക്കൊണ്ടിരിക്കും. ധനസ്ഥിതി മാറുമ്പോൾ മനസ്ഥിതി മാറരുത്, മുട്ടു മാറുമ്പോൾ മട്ടു മാറരുത്. പ്രൈസ് ദി ലോർഡ്. മുട്ടുമാറുമ്പോൾ മട്ടു മാറരുത്. പണ്ട് എന്തുമാത്രം ദൈവത്തെ സ്തുതിച്ചോ അതിൻ്റെ ഇരട്ടി ഇപ്പം സ്തുതിച്ചോണം. കാരണം നമ്മുടെ താഴ്ച നമ്മെ ഓർത്തവനെ അവൻ്റെത് എന്നേക്കുമുള്ളത്. മോനെ,
ആരാധനയ്ക്ക് വന്നിട്ട് ഗ്യാസ് പോയ സോഡ പാൽ ഇരിക്കരുത്. നിനക്ക് എത്ര ബലമുണ്ട് ആ ബലത്തോട് ദൈവത്തെ സ്തുതിച്ചോണം. നിനക്ക് എത്ര ശക്തിയുണ്ട് ആ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചോണം. കരയാൻ ത്രാണിയുള്ളപ്പോൾ കരഞ്ഞോണം, പ്രാർത്ഥിപ്പാൻ ബലമുള്ളപ്പോൾ പ്രാർത്ഥിച്ചോണം, ഉപവസിക്കാൻ ബലമുള്ളപ്പോൾ ഉപവസിച്ചോണം. സ്വതന്ത്രം. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന സന്തോഷമുണ്ട്. എല്ലാവരും ആരാധിക്കണം, മക്കളെല്ലാവരും ആരാധിക്കണം, കുഞ്ഞുങ്ങളെല്ലാം ആരാധിക്കണം. എന്താണെന്നറിയാമോ? ദൈവത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാറ്റിനെയും കണക്ക് കൊടുക്കേണ്ടി വരും. നിനക്ക് ദൈവം തന്ന പണം അതിന് കണക്ക് കൊടുക്കണം, സമയത്തിന് കണക്ക് കൊടുക്കണം, എല്ലാറ്റിനെയും കണക്ക് കൊടുക്കണം. നീ എന്തിനാണ് പണം ഉപയോഗിച്ചത്? ദൈവത്തിൽ കണക്ക് കൊടുക്കണം. ഈ ഭൂമിയിൽ നീ ചെലവിട്ട ഏറ്റവും വലിയ തുക എന്തിനാ? കണക്ക് കൊടുക്കണം. നമ്മൾ വിചാരിക്കുന്ന അതിന് കൊടുക്കണ്ടെന്ന കണക്ക്. നീ ഈ ഭൂമിയിൽ സമയം ചെലവിട്ട എന്തിനാ? ഉറങ്ങാനാണോ? കണക്ക് കൊടുക്കണം. കുറഞ്ഞ പക്ഷം ദൈവത്തിൽ നിൽക്കുമ്പോൾ നീ പറയണം, ഞാൻ ഈ ഭൂമിയിൽ ഉയർത്തിയ ഏറ്റവും വലിയ ശബ്ദം എൻ്റെ കർത്താവിനെ ആരാധിക്കാനാണെന്ന്. മക്കളെ, നീ ഭൂമിയിൽ ഉയർത്തിയ ഏറ്റവും വലിയ ശബ്ദം എന്തിനാ? സത്യം പറയാൻ നിങ്ങൾ ചിന്തിച്ചേ, 360 ദിവസം ഇതുപോലെ പ്രസംഗിക്കാൻ ഞാൻ അവിടെ ഇരുന്ന്, ഞാൻ ഇരുന്നിട്ട് എനിക്ക് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഇത്രയും നേരം നിൽക്കണ്ടേ? അല്ല, നിങ്ങളോടൊപ്പം നിന്ന് ആരാധിക്കാൻ കഴിഞ്ഞല്ല. ഞാൻ നിൽക്കാനാണ് 24 മണിക്കൂർ നിൽക്കണ്ടേ? അടുത്ത് നിൽക്കുന്നൊരു ദൈവദാസനോട് സ്തോത്രമെന്ന് പറയാൻ ശക്തിയില്ലാതാണ് ഈ സ്റ്റേജിൽ, ഇവിടെ നിന്നല്ല കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്റ്റേജിൽ ശബ്ദമില്ലാതെ കയറി നിൽക്കുന്നത്. 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മാറും. മൈക്കുകാർക്ക് ശബ്ദം കുറയ്ക്കേണ്ടി വരും. കാരണം എന്താണെന്നറിയാമോ? ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്ന് കൈയടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഇത് ദാനമാ, ദൈവത്തിൻ്റെ ദാനമാ. ഇത്തിരി ശക്തിയോടെ തുടങ്ങിക്കോ, ഒത്തിരി ശക്തിയാൽ ദൈവം തന്നെ നിറയ്ക്കും. ഇത് ദൈവത്തിൻ്റെ ദാനമാ മക്കളെ, ഇത് നമ്മുടെ സ്വന്തമല്ല. പലരും അവകാശം ദൈവത്തിന് കൊടുക്കില്ല. പാനപാത്രം 2 വെള്ളി രൂപ എടുത്തൊരു മോൻ്റെ കയ്യിൽ കൊടുത്തു. 1 രൂപ സ്തോത്ര കാഴ്ച ഇടാനും, 1 രൂപ മിഠായി വാങ്ങാനും, ചോക്ലേറ്റ് വാങ്ങാനും. ചോക്ലേറ്റ് വാങ്ങാൻ കാശ് കൊടുക്കാതെ സൺഡേ സ്കൂളിൽ മാത്രം പിള്ളേരുണ്ട്. എത്ര കൊടുത്തത്? 2 രൂപ, 2 വെള്ളി രൂപ. ഇപ്പം എന്നെ നോക്കിയിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഇവൻ മേളോട്ടെറിയും പിടിക്കും. പോയ പോക്കി 2 രൂപയും പോയി. തപ്പി വന്നോണ്ടേ 1 രൂപ കിട്ടി. അവൻ മിടുക്കനായിരുന്നു. അവൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ കാശ് എൻ്റെ കിട്ടി, നിൻ്റെ കാശ് നീ നോക്കിയെടുത്തോളാൻ. 1 രൂപ എന്തിനായിരുന്നു? സ്തോത്രാഴ്ചയുടെ. 1 രൂപ മിഠായി വാങ്ങാൻ. 1 രൂപ കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, കർത്താവ്, എൻ്റെ കാശ് എൻ്റെ കിട്ടി, നിൻ്റെ കാശ്. അപ്പോൾ ഈ പോകുന്നതല്ല ആരുടെയാ? പോകുന്നതെല്ലാം ദൈവത്തിൻ്റെ. കീശയിൽ കിടക്കുന്നതെല്ലാം നമ്മുടേത്. എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ആരാധനയ്ക്ക് വരും, എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ വാസപ്രാർത്ഥനയ്ക്ക് പോകും, എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ 2 രൂപ സ്തോത്ര കാഴ്ചയിടും. ഇതാണോ നമ്മുടെ മനോഭാവം? ഒരു ഭക്തൻ്റെ മനോഭാവം. എൻ്റെ കാര്യം കഴിഞ്ഞ് ദൈവകാര്യമെന്നല്ല, എൻ്റെ കർത്താവിൻ്റെ കാര്യം കഴിഞ്ഞ് മതി എൻ്റെ കാര്യം. പ്രയോറിറ്റി എന്തിനാ? ദൈവകാര്യത്തിനായിരിക്കണം നീ പ്രയോറിറ്റി നൽകേണ്ടത്. ഞാൻ ഈ സ്തോത്ര കാഴ്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ, പണ്ട് സഭയിലൊക്കെ പണ്ട് സൺഡേ സ്കൂളിൽ പോയിട്ട് ഇവിടെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? പണ്ട് നമ്മൾ പോയപ്പോൾ എന്നാ കൊണ്ടുപോയേ? ഉറക്കെ പറയുന്നേ. പിടിയരി, പിന്നെ ഞുള്ളരി, മുട്ടയൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലേ. നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഈ പിടിയരി എന്താ ഞുള്ളരി എന്താണെന്ന് അറിയില്ല. പലപ്പോഴും ഇതൊക്കെ ഞങ്ങൾ വന്നത് പ്രസംഗിക്കണ്ടേ. നമ്മൾ പിള്ളേർ കെൻറ്റക്കിയൊക്കെ അടിച്ച് കിടക്കുമ്പോൾ ഈ പിടിയരി ഞുള്ളരി എന്താണെന്ന് അറിയണം. പണ്ട് നമ്മുടെ അമ്മച്ചിമാരെ ഞങ്ങളൊക്കെ പിടിയരി കൊണ്ടുപോയവരാ. അരി അടപ്പയിടും മുമ്പ് 1 പിടി അരി മാറ്റിയിടും. 10 പേരുള്ളതിലും 3 അരി, എനിക്ക് എൻ്റെ കണക്കൊന്നും അറിയില്ല, ഉള്ളതിലും അതിൽ നിന്ന് മാറ്റിയിടും 1 പിടി. എപ്പോൾ അരി ഇട്ടാലും 1 പിടി മാറ്റിയിടും. എന്നിട്ട് അത് പൊതിഞ്ഞ് സൺഡേ സ്കൂളിൽ തന്നു വിടും. രൂപ തരാനില്ല, അതവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അന്ന് പാസ്റ്ററുടെ വീട്ടിൽ, ഇത് പാസ്റ്റർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അന്ന് എല്ലാ ദിവസവും പാസ്റ്ററുടെ വീട്ടിലെ ചോറ് ബിരിയാണി പോലെ ഇരിക്കും, കളർഫുള്ളാണ്. കാരണം പല വീട്ടിൽ നിന്ന് വരുന്ന അരിയാണ്. ചിലത് വേവും, ചിലത് വേവത്തില്ല. അന്നത്തെയൊക്കെ കാലത്ത് റേഷനരിയാണ്. ഈ അരിക്ക് പുഴുക്കലരി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. മലയാളം അറിയാത്ത കൊച്ചുങ്ങളോട് വീട്ടിൽ പോയെന്ന് പറഞ്ഞു കൊടുക്കണേ. പുഴുക്കലരി, റേഷൻ പുഴുക്കലരി. അതിന് പുഴുക്കലരിക്ക് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷനുണ്ട്: പുഴു പ്ലസ് കല്ല് പ്ലസ് അരി, പുഴുക്കല്ലരി. അപ്പം പാസ്റ്റർ വീട്ടിലെ ഇതാ, ഉദ്ദേശിമാരുടെ മക്കളൊക്കെ ഉണ്ടെന്ന് കൈപൊക്കിക്ക്. പാസ്റ്റർമാരുടെ മക്കൾ നന്നായി കൈയോ, ഇത്രയും പിള്ളേർ, എന്തുകൊണ്ട് പൊന്നെ. ഇവരെ ഓർത്തൊന്ന് കൈയടിച്ച് ശക്തിയോട്. നിങ്ങളെ ഓർത്തും എനിക്ക് അഭിമാനമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അന്ന് പിടിയരി കൊടുത്തവനെയും
അത് തിന്നവനെയും ദൈവം അനുഗ്രഹിച്ചു. അതിന് തെളിവായി ഇത്രയും കൈവിടെ ഉയർന്നത്. എൻ്റെ അപ്പനൊരു പാസ്റ്റർ അല്ലായിരുന്നു. എൻ്റെ അപ്പൻ പാസ്റ്റർമാർക്ക് അരി കൊണ്ട് കൊടുക്കുന്നവനായിരുന്നു. 2 കിലോ അരി വാങ്ങിയാൽ 1 കിലോ അരി ഞങ്ങളുടെ പാസ്റ്റർക്കായിരുന്നു. അന്ന് പട്ടിണിയുടെ വേളയിൽ 2 കിലോ കപ്പ വാങ്ങിയാൽ 1 കിലോ കപ്പ ഞങ്ങളുടെ പാസ്റ്റർക്കായിരുന്നു. ഞങ്ങളുടെ വീട് കൊച്ചു വീടായിരുന്നു. അനേക ഭക്തന്മാരെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് കിടത്തും, ഉള്ള സൗകര്യത്തിൽ. ഒരു പ്രായമായ മനുഷ്യൻ വന്ന്, ഞങ്ങൾ 7 മക്കളാണ്, നിരന്ന് കിടക്കുന്നു. ഈ മനുഷ്യൻ രാത്രി വെട്ടമില്ലാതെ എഴുന്നേറ്റ് പോയി വന്ന് മറിഞ്ഞു വീണ എൻ്റെ മണ്ടയ്ക്ക് വെട്ട. എൻ്റെ സഹോദരങ്ങളെല്ലാം കളിയാക്കുമായിരുന്നു, ആരുമൂത്ത കിളവൻ വീണവനാണ്. ആ മനുഷ്യൻ വീണത് നന്നായി പാസ്റ്റർ, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞ സാരം, എൻ്റെ അപ്പൻ ദൈവത്തോട് കാണിച്ച ദൈവം നീതി സ്നേഹം ദൈവം മറന്നില്ല. തമ്പുരാനെ ഓടിച്ചിട്ട് തീറ്റുക. ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളധികം നാട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ നിത്യതയിലേക്ക് പറന്നു പോയതാണ്. തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം ദൈവം മറക്കില്ല. ഞാൻ 18 വർഷം മുമ്പാണ് ഇവിടെ പ്രസംഗിക്കാൻ വന്നത്, UK. അന്ന് 18 ദിവസം ഞാൻ 18 വീടുകളിൽ മാറിക്കടന്നു. ഓരോ വീട്ടുകാരും പറഞ്ഞു, ഒരു ദിവസമെങ്കിലും പാസ്റ്റർ ഞങ്ങളോട് താമസിക്കണം. ആ മനോഭാവമൊക്കെ ഇപ്പം മാറിയെന്ന് തോന്നുന്നു ഇവിടുത്തെ. അപ്പം ഞാൻ ഈ 18 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചു, പാസ്റ്ററെ 18 ദിവസം 18 വീട്, 18 ബെഡ്ഷീറ്റ് പുതിയത്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് പുതിയ, ഒരു പുതിയ സോപ്പ്, ഒരു പുതിയ തോർത്ത്. വീട്ടിൽ കൊണ്ടുപോകാനല്ല കേട്ടോ. അപ്പം ഞാൻ ചിന്തിച്ചെൻ്റെ ദൈവമേ, ഇന്ത്യയിൽ നിന്ന് ഏത് മന്ത്രി UK വന്നാലാടാ 18 ദിവസം 18 സോപ്പിട്ട് കുളിക്കുന്നേ? ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. നീ ഒരു അഭിഷക്തന് ഒരു നന്മ ചെയ്താൽ കാലങ്ങൾ കഴിഞ്ഞാലും ദൈവം നിന്നെയും നിൻ്റെ തലമുറയെയും കൈവിടില്ല. കൈ ഉയർത്തി സ്തോത്രം പറയാവോ? ഈ ലോകത്തിലെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് മിസ്രൈമദാസിയായ ഹാഗാറിനെ യാത്രയാക്കി. ഒരായുസ് മുഴുവൻ അവന് വേണ്ടി അധ്വാനിച്ചതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ അബ്രഹാമിന് കൊടുത്തതെന്നറിയാം, ഒരു തുരുത്തി വെള്ളവും അല്പം അപ്പവും. രാവിലെ ഒന്നുകൂടെ ഞാൻ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ നിനക്ക് തരുന്നതിന് പരിമിതിയുണ്ട്, നിൻ്റെ തലമുറയ്ക്ക് തരുന്നതിന് പരിമിതിയുണ്ട്, മനുഷ്യൻ തരുന്നതിന് പരിമിതിയുണ്ട്, ദൈവം തരുന്നതിന് പരിമിതിയില്ല. പരിമിതി കൂടാതെ നിന്നെയും നിൻ്റെ തലമുറയെ അനുഗ്രഹിപ്പാൻ സർവശക്തിയുള്ള ദൈവം ഇന്ന് രാവിലെ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം തീർന്നു, വെള്ളം തീർന്നു. കുഞ്ഞിനെ ഒരു അൻപിൻപാട് ദൂരത്തിട്ടിട്ട് ഹാഗാർ മരുഭൂമിയിൽ കിടന്ന് കരയാൻ തുടങ്ങി. ഹാഗാർ ഇവിടെ കിടന്ന് കരയുന്നു, കുഞ്ഞ് മരിക്കാൻ പോവുക, കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ. കുഞ്ഞ് അവിടെ കിടന്ന് മരിക്കുന്നു. അത് ജീവൻ പോകാനുള്ള കരച്ചിൽ. ആ 2 കരച്ചിൽ സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെ ദൈവം മരുഭൂമിയിൽ അവർക്ക് വേണ്ടി ഉറവ തുറന്നു. ഇന്ന് രാവിലെ ഈ ഹോളിൽ വന്ന് എത്ര പേർ കരയുന്നവരുണ്ട്? കരയുന്ന നിനക്കും നിൻ്റെ തലമുറയ്ക്കും വേണ്ടി മരുഭൂമിയിലും ഉറവ തുറക്കുവാൻ ശക്തിയുള്ളവൻ ഇന്ന് രാവിലെ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. വിണ്ട് കീറി ഉണങ്ങിക്കിടക്കുന്ന മരുഭൂമിയുടെ അവസ്ഥയിലും ആ സാധ്യതയുടെ അവസ്ഥയിലും തലങ്ങളിലും അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്നും ഇന്ന് രാവിലെ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ കരഞ്ഞവനെങ്കിൽ നിനക്ക് വേണ്ടി ഉറവകളെ തുറക്കാൻ ശക്തിയുള്ളവൻ ശബ്ദമറിയ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാ തരങ്ങളും ചലിപ്പിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഗൾഫ് നാടുകളുടെ സമൃദ്ധി കണ്ടിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും. ആ നാട്ടിൽ നിന്ന് പല പ്രാവശ്യം ഞാൻ ദൈവനം പ്രസംഗിച്ചു. കഴിഞ്ഞ 4 ആഴ്ച മുമ്പ് ഞാൻ ബഹ്റിനിൽ ദൈവനം പ്രസംഗിക്കുകയായിരുന്നു. ഗൾഫ് നാടുകളുടെ സമൃദ്ധി കാണുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ഇത്രയും ഭക്ഷണ സമൃദ്ധി ഇവർക്ക് എങ്ങനെ ലഭിച്ചു? വെള്ള സമൃദ്ധി മരുഭൂമിയിൽ എങ്ങനെ ലഭിച്ചു? ഇവൻ അമേരിക്കയിൽ പോലും അത്രയും ഭക്ഷണ സമൃദ്ധിയില്ല, ഞാൻ കണ്ടില്ല. UK ഇല്ല. അവരൊരു ദിവസം കളയുന്ന ഭക്ഷണമുണ്ടെങ്കിൽ 1 മാസം ഇന്ത്യയിലെ പട്ടിണി മാറും. അത്രമാത്രം ഭക്ഷണ സമൃദ്ധി. വെള്ളം കടലിൽ നിന്നാണെങ്കിലും. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇത്രയും ഭക്ഷണം ഇവർക്കെന്താ ഇവിടെ കിട്ടിയേ? ഇത്രയും വെള്ളം കിട്ടിയതെന്നാ? തമ്പുരാനോട് പറഞ്ഞു, എന്നെ നോക്കിയിരി മോനെ,
ഇന്നിവിടെ താമസിക്കുന്ന ആളുകളുടെ യോഗ്യത കൊണ്ടല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ മരുഭൂമിയിൽ കിടന്ന് ഒരു തുള്ളി വെള്ളം തൊണ്ട നനയ്ക്കാൻ കൊടുക്കാൻ കുഞ്ഞിന് കൊടുക്കാനില്ലാതെ, ഒരു നേരത്തെ ആഹാരം കുഞ്ഞിന് കൊടുക്കാനില്ലാതെ, എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് മരുഭൂമിയിൽ കിടന്ന് കരഞ്ഞ ഒരു തള്ളയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അന്ന് തുറന്നു കൊടുത്ത നന്മയുടെ ഉറവ ഈ രാവിലെ വരെ അടഞ്ഞു പോയിട്ടില്ല. ഈ രാവിലെ ഇവിടെ വന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിവേചിച്ചുകൊണ്ട് പറയുന്നു, എല്ലാം തകരും, എല്ലാം ഉടയും. എന്നാൽ കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് തകരുവാൻ ദൈവം ഇടവരുത്തത്തില്ല. കരമടിച്ചോ, ദൈവത്തെ ആരാധിച്ചോ. കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന തകരില്ല. ദൈവത്തിൻ്റെ ദാസ, അഭിഷക്ത, പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ഇത് കരഞ്ഞുകൊണ്ട് നീ ആരംഭിച്ചതാകിയാൽ ഇത് തകരാൻ ദൈവം ഇടവരുത്തത്തില്ല. ഇത് കരഞ്ഞുകൊണ്ട് ആരംഭിച്ചതിനാൽ ഇത് തകരുവാൻ ദൈവം ഇടവരുത്തത്തില്ല. ശക്തിയോട് ആലോചിച്ചോണ്ട് പറ, കുഞ്ഞേ, നിന്റെ കുടുംബ ജീവിതം കരഞ്ഞുകൊണ്ട് ആരംഭിക്ക. ഓ ഷാ സംധന. ശക്തിയോട് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു. എല്ലാം തകരും, എല്ലാം തകരും, എല്ലാം ഉടയും. എന്നാൽ കരഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്, പ്രാർത്ഥിച്ചാരംഭിക്കുന്നത് തകരുവാൻ ദൈവം ഇടവരുത്തത്തില്ല. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നീ ഇരിക്കുന്ന കസേര ഇരിക്കാൻ വേറെ ആളില്ലാഞ്ഞിട്ട് നിന്നെ ഇരുത്തിയെന്ന് ചിന്തിക്കരുത്. നീ അനുഭവിക്കുന്ന സകല നന്മയും നിൻ്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട് കിട്ടിയെന്ന് ചിന്തിക്കരുത്. നീ അനുഭവിക്കുന്ന നന്മയുടെ പുറകിൽ കണ്ണുനീരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഒന്നുകിൽ നീ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, അല്ലേ നിൻ്റെ അപ്പനും അമ്മയും ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, നീയും നിൻ്റെ സഹോദരങ്ങളെയും നിരത്തി ഉറക്കി കിടത്തിയിട്ട് നീ ഉറങ്ങിയപ്പോഴും ഉറങ്ങാൻ നിൻ്റെ അപ്പൻ അരികിലിരുന്നു, നിൻ്റെ അമ്മ അരികിലിരുന്നു. നീ ഉറങ്ങിയപ്പോഴും അവരുറങ്ങാതിരുന്ന് കരഞ്ഞു, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ സ്കൂളിൽ വിടും, എവിടുന്ന് മാറി ഉടുക്കാൻ കൊടുക്കും, എവിടുന്ന് ഫീസ് എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞ് ചങ്കു പൊട്ടി ദൈവസ്ഥന് കരഞ്ഞ് 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 കണ്ണുനീർ കൊണ്ട് അവർ നിൻ്റെ ദേഹം നനച്ചു. ആ കണ്ണുനീർ തമ്പുരാൻ തുരുത്തിയിലാക്കി വെച്ചു. ആ കണ്ണുനീർ ദൈവസ്ഥലെത്തി. ആ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച ദൈവം നിൻ്റെ അപ്പനോട് ചെയ്ത, നിൻ്റെ അമ്മയോട് ചെയ്ത ദൈവ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയാണ് ഈ രാവിലെ നീയും നിന്റെ തലമുറയും അനുഭവിക്കുന്ന നന്മയെന്ന് നീ മറക്കരുത്. ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, സകല ഉറവയും അടഞ്ഞപ്പോൾ നിന്റെ കണ്ണുനീർ കണ്ട്, ഓ ഷാറാത്തിയ, നിന്റെ അപ്പൻ്റെ കണ്ണുനീർ കണ്ട്, നിന്റെ അമ്മയുടെ കണ്ണുനീർ കണ്ട് ദൈവം തുറന്ന ഉറവയിൽ നിന്നാണ് നീയും നിന്റെ തലമുറയിൽ കുടിക്കുന്നതെന്ന് നീ മറക്കരുത്. ഞാനൊരു വാക്കൂടെ കൂട്ടി പറയുന്നു, എന്ന് നീ അത് മറക്കുമോ, അന്ന് ദൈവം നിന്റെ ശത്രുവായി മാറും. നാം അനുഭവിക്കുന്ന നന്മ നമ്മുടെ യോഗ്യതയല്ല, കണ്ണുനീരിൻ്റെ മറുപടിയാണ്. ഒരുപക്ഷെ അത് കാണാൻ നിൻ്റെ അപ്പനെന്ന് ജീവനോടില്ലായിരിക്കാം, അമ്മ ഇല്ലായിരിക്കാം. പക്ഷെ ഈ നന്മ മുഴുവൻ എല്ലാ ഉറവയും അടഞ്ഞപ്പോൾ കണ്ണുനീര് കണ്ട് ദൈവം തുറന്നുറവയാ. ഈ ഹോളിൽ എത്ര പേർ കരയുന്നവരുണ്ട്, എത്ര പേർ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ലോകം മുഴുവൻ ഞാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ പറയാം. അനേക ചെറുപ്പക്കാർ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ആയെങ്കിൽ എൻ്റെ യോഗ്യതയല്ല, എൻ്റെ പപ്പയുടെ കണ്ണുനീരാ, എൻ്റെ മമ്മിയുടെ കണ്ണുനീരാ. ഈ സഭയിൽ കരയുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിന്നെ ഇതുവരെ കൊണ്ടുവന്നത് നിൻ്റെ അപ്പൻ്റെ കണ്ണുനീര്, അമ്മയുടെ കണ്ണുനീരാണെങ്കിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നീ കരയൂ. ദൈവത്തിൻ്റെ അഭിഷക്തനായി ഞാൻ നിനക്ക് വാക്ക് തരാം. നിൻ്റെ കണ്ണടയും മുമ്പ്, നീ ലോകത്തോട് യാത്ര പറയും മുമ്പ്, നിൻ്റെ തലമുറ എഴുന്നേറ്റ് സാക്ഷ്യം പറയും, എൻ്റെ അപ്പൻ്റെ കണ്ണുനീർ എന്നെ വലിയവനാക്കി, എൻ്റെ അമ്മയുടെ കണ്ണുനീർ, എൻ്റെ മമ്മിയുടെ കണ്ണുനീർ എന്നെ വലിയവളാക്കി. എ സൺ ഓഫ് മെനി ടീയേഴ്സ് കനോട്ട് ബി ലോസ്റ്റ്. എ സൺ ഓഫ് മെനി ടീയേഴ്സ് കനോട്ട് ബി ലോസ്റ്റ്. വളരെ കണ്ണുനീരിൻ്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. കൈകളടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. A son of many tears cannot be lost. ഞാൻ ചെറുപ്പക്കാരോട് പ്രസംഗിക്ക് പറയുമ്പോൾ, മക്കളെ, കുഞ്ഞെ, നിന്റെ അപ്പൻ കരയുന്നവനാണെങ്കിൽ, നിന്റെ അമ്മ കരയുന്നവളാണെങ്കിൽ ദൈവസന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എവിടെ പോയാലും ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും.
നീ എവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടും. കരയുന്നവന്റെ സന്താനം എവിടെ പോയാലും ചൂണ്ടയിട്ട് കൊളുത്തി ദൈവം തിരിച്ചു കൊണ്ടുവരും. കൈയടിച്ച ശക്തിയോടെ സ്തോത്രം പറ. നിന്റെ തലമുറ ഇപ്പൊ എവിടാ? നിന്റെ സന്താനം ഇപ്പൊ എവിടാ? ഒരു സ്പെഷ്യൽ അനോയിന്റിങ് അവിടെ മേൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ശക്തി വ്യാപരിക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് പ്രവചിക്കുന്നു. അന്യഭാഷയിൽ ആരാധിക്കുക മാത്രമല്ല, ഞാൻ വെളിപ്പാട് കാണുകയാണ്. ഒരു സ്പെഷ്യൽ കവചമായി, ഷർഖിനി, ഒരു തേജസ്സായി നിന്റെ തലമുറ മേലത് മൂടട്ടെ. എല്ലാവരും അന്യഭാഷ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവമക്കളെ, ബലം ദൈവത്തിന് കൊടുക്കണം, ശക്തി ദൈവത്തിന് കൊടുക്കണം, മഹത്വം ദൈവത്തിന് കൊടുക്കണം. ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെ സ്തുതിച്ചോണം. കഷ്ടത വരാൻ കാത്തിരിക്കരുത്. എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ വേദന തേടിയെത്തും മറക്കരുത്. എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ കണ്ണുനീര് തേടിയെത്തും മറക്കരുത്. അവകാശം ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ സമയം നിർത്തണമല്ലോ. ഭൂമിയിൽ എല്ലാവർക്കും നിങ്ങളെ ആവശ്യം. നിങ്ങൾക്ക് ബലമുള്ളപ്പോഴാണ്, നിങ്ങൾക്ക് ശക്തി ഉള്ളപ്പോഴാണ്. സഹോദരിമാരെ, നിങ്ങളുടെ ഹോസ്പിറ്റലിന് ആവശ്യം നിങ്ങൾക്ക് ബലമുള്ളപ്പോഴാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ ഓഫീസിന് ആവശ്യം ബലമുള്ളപ്പോഴാണ്. ശക്തി പോയാൽ ആർക്ക് വേണം? ബലം പോയാൽ ആർക്ക് വേണം? ആർക്കും വേണ്ട. കമ്പനിക്ക് വേണ്ട. ഒരു പാസ്റ്റർ എത്ര നാൾ സഭയ്ക്ക് വേണം? ഒരു പാസ്റ്റർമാരല്ലേ നരിക്കുന്നത്? എത്ര നാൾ വേണം ജനത്തിന്? നിങ്ങൾ പറയും 3 വർഷം, 5 വർഷം, 10 വർഷം. നോ. എത്ര വർഷമെന്ന് ഞാൻ പറയാം. ശബ്ദം അടയ്ക്കുന്നിടം വരെ, തൊണ്ട അടയ്ക്കുന്നിടം വരെ. ശബ്ദം അടച്ചാൽ പിന്നെ ആർക്ക് വേണം? 2026 ഡിസംബർ വരെ ഞാൻ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് പാസ്റ്ററെ. എന്നാൽ ബി മോനച്ചനെ എത്ര നാൾ ആർക്ക് വേണമെന്നറിയാമോ? തൊണ്ട അടയ്ക്കുന്നിടം വരെ. ശബ്ദം അടച്ചാൽ പിന്നെ ആർക്ക് വേണം? എന്നാൽ എനിക്കറിയാം ഞാൻ ശബ്ദിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന്. എൻ്റെ ശബ്ദമില്ലാതെയായാലും എന്നെ ആവശ്യമുള്ള ഒരുവനുണ്ട്, അവന് വേണ്ടിയാണ് ഞാൻ ശബ്ദിക്കുന്നത്. നിന്റെ അവകാശത്തിൻ്റെ പങ്ക് പറ്റിയവൻ കടന്നു കളയുന്നവനല്ല. നിന്റെ അവകാശത്തിൻ്റെ പങ്കവൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്റെ പാനപാത്രത്തിൻ്റെ പങ്കും അവൻ പറ്റിയിരിക്കും. ഒന്നുകൂടെ ഒന്ന് ശക്തിയോടെന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾ ആത്മാവിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി. ബലമുള്ളപ്പം മതി. എല്ലാവർക്കും ബലമുള്ളപ്പം മതിയെന്നേ. ബലമില്ലെങ്കിൽ ആർക്ക് വേണം? ഞാനിവിടുന്ന് ഇപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 2021 കോവിഡ് കാലഘട്ടമാണ്. ഞാൻ ഒരു ദിവസം 5ഉം 6ഉം ഒക്കെ മീറ്റിങ്ങിൽ ഇങ്ങനെ ലൈവ് പ്രസംഗിക്കുമായിരുന്നു. ഞായറാഴ്ച രാവിലെ ഞാൻ കാർ ഡ്രൈവ് ചെയ്ത് എൻ്റെ ചർച്ചിൽ പോയി 1.5 മണിക്കൂർ പ്രസംഗിച്ച് ഞാൻ തന്നെ കാർ ഓടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. എൻ്റെ തൊണ്ടയ്ക്കൊരു വേദനയാണ്. നിങ്ങളൊക്കെ വൈദ്യശാസ്ത്ര പരിചയമുള്ളവരാണ്. സാധാരണ ചങ്കിനോ ഇത് വരും, കയ്യോ ഒന്നുമില്ല, തൊണ്ടവേദന പോലെ വന്നത്. എന്നെ പൊക്കിയെടുത്ത് ഏതായാലും അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് സിവിയറായി അറ്റാക്കാണെന്ന് മനസ്സിലായി. നിങ്ങൾക്കൊക്കെ അറിയാം, 48,000 രൂപ, മറ്റൊരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് 48,000 രൂപയുടെ ഇഞ്ചക്ഷൻ എൻ്റെ കയ്യിലൂടെ കയറ്റി, ഈ നരമ്പിലൂടെയും. അപ്പോഴാണ് ഈ വേദന എന്തെന്ന് മനസ്സിലാക്കുക. അവിടെ തുടർന്ന് വേദന, ചങ്കരപ്പ്, ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതിങ്ങനെ കയറിപ്പോകുമ്പം ഈ കുരുമുളക് അരച്ച് കയറ്റുന്നവരാണ് കയറിപ്പോകുന്നത്, വേറൊരു മാർഗ്ഗമില്ല. അപ്പം നിങ്ങൾക്കൊക്കെ വൈദ്യശാസ്ത്രം അറിയുന്നവരാ. അപ്പോഴാണ് ഡോക്ടർമാർ പറഞ്ഞത് 2 കാര്യം സംഭവിക്കും. ഒന്നുകിൽ ഈ ബ്ലോക്ക് മാറിയില്ലെങ്കിൽ പൊട്ടിപ്പോകും. അപ്പം മൂക്കിലൂടെയും വായിലൊക്കെ രക്തം അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ മരിക്കുന്നവർ. ഇനി എവിടെയെങ്കിലും ഞരമ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ വെച്ച് ഇടാവും. 2 സാധ്യതയുള്ളൂ. ഒന്നീ രക്ഷപ്പെട്ടല്ലേ പോയി. അപ്പം ആളുകൾ അന്നേരം അതുവരെ ഓടി നടന്ന ഞാൻ. അപ്പം എനിക്കെൻ്റെ ഗൗരവം മനസ്സിലാകുന്നില്ല. ഞാൻ പാസ്റ്ററെ, എനിക്ക് ആദ്യമേ ഇതൊന്ന് മാറിയപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് പാസ്റ്റർ ജോജി കയറി വന്നപ്പോൾ ഞാൻ പറയാം, പാസ്റ്റർ ഇന്ന് വൈകിട്ട് എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. ഹാർട്ട് അറ്റാക്ക് വന്ന് പടച്ചുകൊണ്ട് കിടക്കുന്ന ഞാൻ പറയാം, ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഇതൊന്ന് ശ്വാസം നേരെ വീണ് കിട്ടിയപ്പം ആംബുലൻസിലോട്ട് കയറി അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. ആംബുലൻസിലേക്ക് കൂടെ തെള്ളിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ജോജിയോട് പറഞ്ഞു, ജോജി ഇന്ന് രാത്രി എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നുള്ളത്. ജോജി പിന്നെ പറഞ്ഞ് കളിയാക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ജോജി വൈകിട്ട് അവരെ വിളിച്ചപ്പോൾ പറയാ, ഭീമോനച്ചൻ പാസ്റ്റർ കാർഡിയാക് അറസ്റ്റ് വന്ന് ഹോസ്പിറ്റലായെന്ന് ഞങ്ങൾ അറിഞ്ഞു. അന്നേരം തന്നെ ഞങ്ങൾ വേറെ ആളെ ആക്കിയെന്ന്. അന്നേരം തന്നെ സാറേ മനസ്സിലായോ? ഹാർട്ട് അറ്റാക്ക് ഒന്ന് പിടയുമ്പോഴും ഞാൻ വൈകിട്ടത്തെ മീറ്റിങ്ങാണ്.
അവർ പറഞ്ഞു ഞങ്ങൾ വേറെ ആളെ ആക്കിയെന്ന്. ഇത്രയേ ഉള്ളൂ മോനെ, ഇത്രയേ ഉള്ളൂ മോളെ. ജീവിക്കുന്നെങ്കിൽ കർത്താവിനായി ജീവിക്കണം. ഉയർത്തുന്നെങ്കിൽ കർത്താവിനെ ഉയർത്തണം. നിന്റെ അവകാശത്തിന് പങ്ക് പറ്റിയവൻ കടന്നു കളയില്ല. നിന്റെ അവകാശത്തിന് പങ്കവൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പാനപാത്രത്തിൻ്റെ പങ്കുവാൻ പറ്റും. കൈയൊന്നുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയും. ഒന്ന്, ദൈവം നമുക്ക് വേണ്ടി നന്മ സംഗ്രഹിച്ചു വെക്കുന്നു. സമയം പോയതാണ്. നോക്കി വെക്കുന്നു, കരുതി വെക്കുന്നു, സംഗ്രഹിച്ചു വെക്കുന്നു. രണ്ടാമത്തെ പദം, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി. ഒന്ന് വായിച്ചേ. മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലുത്. രണ്ടാമത്തെ പദം, ദൈവം തൻ്റെ ഭക്തന് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ അത്ഭുതങ്ങളെ ചെയ്യും. ആരാണ് ഈ മനുഷ്യപുത്രന്മാർ? വായിച്ചാട്ട് 66 സങ്കീർത്തനം 10 വാക്യം. മനുഷ്യപുത്രന്മാർക്കാങ്കെ ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വായിച്ചു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഈ മക്കളെ, ഒരു പക്ഷേ നമ്മളൊക്കെ കഴിഞ്ഞ നാൾ അനുഭവിച്ചത്, കടന്നുപോയത്, അല്ല ഇപ്പോഴും കടന്നു പോകുന്ന പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുക. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കുമ്പോൾ നിങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ പറഞ്ഞേട്ടെന്നേ വലയിലകപ്പെടുത്തി. നീ ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ചു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഉടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലൂടെ പോകേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഒരുപക്ഷെ നീ വലയ്ക്കകത്തായിരിക്കാം, മുതുകത്ത് ഭാരം ഇരിക്കുന്നുണ്ടായിരിക്കാം, മനുഷ്യർ തലയിൽ കയറി ഓടുന്നുണ്ടായിരിക്കാം, തീയിലും വെള്ളത്തിലൂടെ പോകുന്നുണ്ടായിരിക്കാം. എങ്കിലും ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, അവൻ നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ തീയിലും വെള്ളത്തിലും പോകേണ്ടി വന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മുതുകത്ത് വലിയ ഭാരമിരുന്നു, മനുഷ്യൻ തലയിൽ കയറി ഓടി. എങ്കിലും ദൈവം ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ശക്തിയോടെ കരമടിച്ചുകൊണ്ട് പറ, അവൻ നമ്മെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. എന്താ ഈ തീയിലും വെള്ളത്തിലും? ദൈവം നീ ഞങ്ങളെ ശോധന ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം, വലയ്ക്കകത്ത് കിടക്കുക ഒന്നാമത്, പിന്നെ മുതുകത്തൊരു ഭാരവും കൂടെ വെച്ചു. ആകെ പൊക്കാവുന്ന തലയെ കൂടെ മനുഷ്യൻ കയറി ഓടി. പിന്നെ എഴുതിയിരിക്കുന്ന തീയിലും വെള്ളവും, തീയിലും വെള്ളത്തിലും. അങ്ങനെ തീയിലും വെള്ളത്തിലൂടെയുള്ള ശോധന. നീങ്ങളെ ശോധനയ്ക്കും. മലാക്കി പ്രവചനം 3:3 വായിച്ചു. മലാക്കി പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യം. മലാക്കി ചാപ്റ്റർ 3:3. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നു പോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. ഈ പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. തീയിലും വെള്ളത്തിലും ശോധന ചെയ്യുന്നത്. ഒരിക്കൽ അമേരിക്കയിൽ ഒരു പ്രസംഗം, ഒരു ചർച്ചിൽ ഒരു സാഹിബ് ഇത് പ്രസംഗിച്ചപ്പോൾ മാതാമ്മയ്ക്ക് ഇത് മനസ്സിലായില്ല. വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ നീ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യും. അവർക്ക് മനസ്സിലായില്ല. പാസ്റ്ററോട് പറഞ്ഞു, ബ്ലാക്ക് സ്മിത്തിൻ്റെ ആലയത്തിൽ പോയി നോക്കാൻ പറഞ്ഞു. ഇത് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഞാൻ നോക്ക്. അവർ പോയിരുന്നു. അവിടെ നോക്കിയപ്പോൾ ഭയങ്കര ശക്തിയേറിയ ആലയിൽ, ഭയങ്കര ശക്തിയേറിയ തീയുള്ള കനലുള്ള ആ തീയുടെ അരികിലേക്ക് ഒരു വെള്ളിക്കട്ടി കുടിൽ കൊണ്ട് ഈ ബ്ലാക്ക് സ്മിത്ത് എടുത്ത് ഈ വലിയ കഠിനമേറിയ തീ ചൂളയിലേക്ക് ഇടുന്നു. ഈ തീയിൽ കിടന്ന് ഈ വെള്ളിക്കട്ടി ഈ തീയുടെ നിറമായി കഴിയുമ്പോൾ അതിനെ കുടിൽ കൊണ്ടെടുത്ത് വലിയൊരു കൂടം കൊണ്ട് അടിച്ച് പരത്തുന്നു. അതിനുശേഷം ഇതിനെ എടുത്ത് വിടും, വെള്ളത്തിലിട്ട ശേഷം വീണ്ടും ഇതിനെ എടുത്ത് തീക്കകത്തിടും. തീയുടെ നിറമായി കഴിയുമ്പോൾ എടുത്ത് അടിച്ച് പരത്തും, വീണ്ടും വെള്ളത്തിലിടും. ഇടയ്ക്ക് വെള്ളത്തിൽ, പിന്നെ തീയിൽ വെള്ളത്തിൽ തീയിൽ. ഇടയ്ക്ക് എന്തുകൊണ്ടുണ്ട്? കൂടം കൊണ്ട് അടിച്ച് പരത്തും. ഈ സായിപ്പിന് മാതാമ്മ ബ്ലാക്ക് സ്മിത്തിനോട് ചോദിച്ചു, സാർ ഇതിനെ നീ എത്ര നേരം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും? ഇതിനെ നീ എത്ര നേരം തീയിലും വെള്ളത്തിലും ഇട്ടുകൊണ്ടിരിക്കും? ബ്ലാക്ക് സ്മിത്ത് പറഞ്ഞു, എൻ്റെ രൂപം ഇതിൽ പതിക്കപ്പെടുന്നവരെയും ഞാനിതിനെ അടിച്ചുകൊണ്ടേ. ഇത് സ്ഫടിക സമാനമായി മാറണം.
ഇതിലെ കീടം മാറണം. യേശു കർത്താവിൻ്റെ തത്തുല്യ രൂപം നിന്നിൽ പതിയും വരെയും നീ ശോധനയിലൂടെ പോകേണ്ടി വരും, നീ വേദനയിലൂടെ പോകേണ്ടി വരും. നിന്നെ തകർക്കാനല്ല ഈ വേദന, നിന്നെ മുടിക്കാനല്ല ഈ ശോധന, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാ. ശക്തിയോടെ കൈകളടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. കുഞ്ഞെ, നിന്നെ തകർക്കാനല്ല, നിന്നെ മുടിക്കാനല്ല വേദന, നിന്നെ പൊന്നാക്കി പുറത്തു കൊണ്ടുവരാനാ. ഞാൻ മറ്റു ചില വിഷയങ്ങൾ പറയും. നമ്മളെ 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ ചില പാട്ടിൻ്റെ ഒരടി നമ്മളെ ആശ്വസിപ്പിക്കാറുണ്ട്. ഈ സഹോദരിമാരൊക്കെ ഉള്ളിൽ മനസ്സിലുള്ള വേദനയോടെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പം ഒരു പാട്ടിൻ്റെ അടി ഇങ്ങോട്ട് വരും, പെട്ടെന്ന് നമ്മൾ ആശ്വാസം പ്രാപിക്കും അല്ലേ? ചങ്കിന് വലിയ വേദനയോടെ ദൈവദാസന്മാർ ഇങ്ങനെ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു പാട്ടിൻ്റെ അടി ഇങ്ങോട്ട് വരും, പെട്ടെന്ന് ആ വേദന മാറിപ്പോവും. അല്ലെങ്കിൽ ഒരു വാക്യം വരും. എത്രയോ പാട്ട് ഗായകരൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ ഇറങ്ങുന്നു, ഒരു സീസണിൽ നമ്മളത് പാടുന്നു, മറക്കുന്നു അല്ലേ? എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് ഭക്തന്മാർക്ക് ഓടിയിട്ട് പാട്ടുണ്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ പുതുമ മാറുന്നില്ല. വൻപിച്ച ലോകതീര കമ്പം തീരുവോളം, കൈയടിച്ചാൽ മതി. വൻപിച്ച ലോകതീര കമ്പം തീരുവോളവും മുമ്പും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും. മുൻപും പിൻപുമായവൻ അൻപോടൻ. ഇതുപോലെ എത്രയെത്ര പാട്ടുകളാണ് നമ്മുടെ ഹൃദയത്തെ, കണ്ണിനെ ഒരുപോലെ നിറയ്ക്കാറില്ലേ? അതിന് കാരണം എന്താണെന്നറിയാമോ? ഈ പാട്ടെഴുതിയ ദൈവഭക്തൻ എപ്പോഴോ തീക്കകത്തിറങ്ങി, കൂടെ നമ്മുടെ കർത്താവും ഇറങ്ങി. കർത്താവ് തന്നെ ചേർത്ത് നിർത്തി തൻ്റെ കണ്ണുനിരുപ്പി കൊടുത്തത് എഴുതിയിട്ടു. അത് പാടുമ്പോൾ നമ്മുടെ കണ്ണും ഹൃദയവും നിറയും. എന്നെ തകർക്കാനല്ലേ വേദന. ഞാൻ എൻ്റെ ചർച്ചിൽ പ്രസംഗിക്കാൻ എഴുതിയിരിക്കുമ്പോൾ ഞാൻ പാട്ടുകാരനല്ലെങ്കിൽ ഇതുപോലെ പാട്ടുകൾ ദൈവം തരും, മുമ്പേ പാടിയ പോലെ. അതുപോലെ ഉണർവായി മാറും. വലിയൊരു വേദനയിലൂടെ, വലിയൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഹൈന്ദവ സഹോദരങ്ങളാണ് ഞങ്ങളുടെ ചർച്ചിൽ ഒത്തിരി പേർ സ്നാനപ്പെട്ടു വന്നു. ഒരു കൃത്യ വേദവസ്തവം എടുത്ത് കൈനീട്ടി ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്നവൻ തന്നെ ഒറ്റിക്കൊടുത്തു. RSS കാര്യാലയത്തിലും BJP കാര്യാലയത്തിലും മതം മാറ്റം നടത്തുന്നു പറഞ്ഞു. അവരെന്നെ വിളിച്ചു പലവട്ടം. പ്രശ്നമാകുമെന്ന് കണ്ടു, വലിയ മാർച്ച് നടത്തുമെന്നൊക്കെ വന്നു. അന്ന് ഞാൻ കയറി നിൽക്കുമ്പോൾ വളരെ ഭാരമുള്ളവനായി കാറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവി പാട്ട് തന്നു. വൻപിച്ച ലോകതീര കമ്പം തീരുവോളവും, വൻപിച്ച ലോകതീര കമ്പം തീരുവോളം മുമ്പും പിൻപുമായവൻ അൻപോടനെ. കർത്താവിനോട് പറഞ്ഞു, മോനെ, ഇത്തരം ആലുകൾ ഉയർന്നു പൊങ്ങും, ഈ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശും, പക്ഷേ അവൻ നിന്നെ തൊടുവാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിൻ്റെ നടുവിലൂടെ ഞാൻ നിന്നെ അക്കരെ എത്തിക്കും. രാത്രി ഗ്രൗണ്ടിൽ വന്ന് നിന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, തിരമാലകൾ ഉയർന്നു പൊങ്ങും, കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശും, പക്ഷേ നിന്നെ തൊടുവാൻ എൻ്റെ ദൈവം സമ്മതിക്കില്ല. അതിൻ്റെ നടുവിലൂടെ നീ അക്കരെ എത്തും. ശക്തിയോട് കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഓ ദുഷ്ടപിശാചേ, നീ ഉയർത്തുന്ന കൊടുങ്കാറ്റുകൾക്കും തിരമാലകൾക്കും എന്നെ സ്പർശിപ്പാൻ കഴിയില്ല. ഇതിൻ്റെ നടുവിലൂടെ ഞാൻ അക്കരെ എത്തും. ഹല്ലേലൂയ. അപ്പോൾ നീ ഞങ്ങളെ നോക്കൂ, നിങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി, ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം വെച്ചു. അടുത്ത പദമാ, നീ മനുഷ്യരെ പറഞ്ഞാട്ട് ദൈവമക്കളെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി. ഈ മനുഷ്യരാണ് 31 സങ്കീർത്തനത്തിലെ മനുഷ്യപുത്രന്മാർ കാണെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. മനുഷ്യപുത്രന്മാർ കാണെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ തലയിൽ കയറി ഓടിയവർ കാണെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. തുറന്ന് എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? മനുഷ്യർ തലയിൽ കയറി ഓടും. മനുഷ്യർ തലയിൽ കയറി ഓടുക എന്ന് പറഞ്ഞാൽ നിന്നെ ആക്ഷേപിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ അപമാനിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ സങ്കടപ്പെടുത്തുന്നവരെ കുറിച്ചാണ്, നിന്നെ കരയിപ്പിക്കുന്നവരെ കുറിച്ചാണ്, നിന്നെ വേദനിപ്പിക്കുന്നവരെ കുറിച്ചാണ്. മനുഷ്യപുത്രന്മാർ കാണുക എന്ന് പറഞ്ഞാൽ നിന്നെ കരയിപ്പിച്ച്
പീഡിപ്പിച്ചവർ കാണുക, നിന്നെ വേദനിപ്പിച്ചവർ കാണുക, നിന്നെ സങ്കടപ്പെടുത്തിയവർ കാണുക, നിന്നെ ആക്ഷേപിച്ചവർ കാണുക, എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരമടിച്ച് ഈ രാവിലെ അന്യഭാഷ ദൈവത്തെ സൂക്ഷിച്ചോണ്ട് പറ. നീ എവിടെ അപമാനിക്കപ്പെട്ടുവോ, എവിടെ ആക്ഷേപിക്കപ്പെട്ടുവോ, എവിടെ തള്ളപ്പെട്ടുവോ, എവിടെ വേദനിക്കപ്പെട്ടുവോ, എവിടെ നീ കരഞ്ഞോ, അവിടെ 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 തന്നെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ ദാസ, ദൈവവൈതലേ, നീ എവിടെ ഒറ്റപ്പെട്ടോ, നീ എവിടെ തള്ളപ്പെട്ടോ, എവിടെ നീ കരഞ്ഞോ, എവിടെ നിന്നെ കരയിപ്പിച്ചോ, മനുഷ്യർ എവിടെ നിന്നെ ചെറുതാക്കാൻ നോക്കിയോ, അവിടെ ദൈവം നിന്നെ വലുതാക്കും. എവിടെ നീ കരഞ്ഞോ, എവിടെ നീ വേദനപ്പെട്ടോ, എവിടെ നീ തള്ളപ്പെട്ടോ, ആര് നിന്നെ വേദനിപ്പിച്ചോ, ആര് നിന്നെ കരയിപ്പിച്ചോ, അവന്റെ മുമ്പിൽ വെച്ച് തന്നെ ദൈവം നിന്നെ ആദരിക്കും. മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയല്ല, നിന്റെ തലയിൽ കയറി ഓടിയവർ കാണുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ശക്തിയോടെ കൈകളടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാടുന്ന രാത്രി. നിന്റെ തലയിൽ കാറി ഓടിയവർ കാണുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഒരു ദൈവദാസൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ പറയണം, ഈ ദൂത് എന്നോടാണെന്ന്, ഇതെന്നോടാണെന്ന് പറയണം. ഇന്ന് രാവിലെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചെങ്കിൽ പറയണം, ഇതെന്നോടാ. എൻ്റെ തലയിൽ കയറി ഓടിയവർ കാണുക, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ശക്തിയോടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് ഞാൻ വാക്കുകൾ നിർത്തി നമ്മൾ ആരാധിച്ച് നിർത്താൻ പോകുകയാണ്. 2001 ഡിസംബർ മാസത്തിൽ ആണെന്ന് തോന്നുന്നു, 2001 ദുബൈ ഹോളി ട്രിനിറ്റി ചർച്ചിൽ ഞാൻ ദൈവനം പ്രസംഗിക്കുകയാണ്. ഇതിനേക്കാൾ വലിയൊരു ഹോളാണ്. ആയിരക്കണക്കിന് ദൈവമക്കൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണയായി പറയുന്നൊരു വാക്യമുണ്ട്, ഇത് ഞാൻ വിട്ടുപോയിട്ടും പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. ബൈബിൾ കൊണ്ടുവന്ന് എല്ലാവരും ഇപ്പോൾ ബൈബിൾ തുറക്കൂ. യെശയ്യാ പ്രവചനം 59:21. യെശയ്യാ പ്രവചനം 59 അധ്യായം. എവിടെ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ടോ ദൈവാത്മാവ് ഞാൻ മറന്നാലും മറക്കാതെ ഇത് ഓർപ്പിക്കും. യെശയ്യാ പ്രവചനം 59 അധ്യായം 21 വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചു. ഇതിലൂടെ പ്രൊജക്റ്റ് ചെയ്തു. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറില്ലെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. കൈ ഉയർത്തി സ്തോത്രം പറയാൻ കഴിയുമോ? ഈ വാക്യത്തിനടി വരച്ചോണം. പുതിയ ബൈബിളാണെങ്കിലും വരയ്ക്കണം. ഇതുവരെ വരച്ചിട്ടില്ലേ, വരച്ചോണം. ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ കൈവച്ച് പ്രാർത്ഥിച്ചോണം. എല്ലാ മാതാപിതാക്കളോട് ഞാൻ പറയാണ്, ഒരു കളിയായി എടുക്കരുത്. കൈവച്ച് പ്രാർത്ഥിച്ചോണം. എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും എൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? വെച്ച് പ്രാർത്ഥിച്ചോണം, കൈവച്ച് പ്രാർത്ഥിച്ചോണം, വാക്യം വെച്ച് പ്രാർത്ഥിച്ചോണം. ഞാൻ എപ്പോഴും പറയുന്നത്, വിട്ടുപോയത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് മലയാളം ഗോസ്പൽ ചർച്ച്. ഇന്ന് നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ മാതാപിതാക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലണ്ടൻ രക്ഷപ്പെട്ടു, നിൻ്റെ ആത്മീയത രക്ഷപ്പെട്ടു. 10 വർഷം കഴിഞ്ഞ് നമ്മുടെ തലമുറ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ അവിടെ ഇല്ലെങ്കിൽ, നിന്റെ ലണ്ടൻ വട്ടപൂജ്യമാണ്, നിന്റെ കാനഡ വട്ടപൂജ്യമാണ്, നിന്റെ അമേരിക്ക വട്ടപൂജ്യമാണ്. നിന്നെ ദൈവം നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നിന്റെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, നിന്റെ കാറിൻ്റെ വിലയല്ല, നിന്റെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നീ സേവിക്കുന്ന ദൈവത്തെ നിന്റെ തലമുറ സേവിക്കുന്നതാ. നീ എടുത്ത വേദപുസ്തകം നിന്റെ സന്താനം എടുക്കുന്നതാ. നിന്നെ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ സന്താനത്തിന്മേൽ വ്യാപരിക്കുന്നതാ. ശക്തിയോടെ കരം അടിച്ചോ, ദൈവത്തെ സ്തുതിച്ചോ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്ന യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും. 2 നില കെട്ടിടം തരാമെന്നല്ല, ഏക്കറിന് സ്ഥലം വാങ്ങിച്ചോ, ഓട് വാങ്ങ്, വാരി കൂട്ടുക. പക്ഷേ
നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, നിന്റെ വായിൽ ഞാൻ തന്ന വചനം, നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറില്ല. ഇതാണ് വാഗ്ദത്തം. ഞാൻ ദുബൈ ഹോളി ട്രിനിറ്റി ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള മാതാപിതാക്കളോട് പറയും, ഇതുപോലെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഡൈവേർട്ട് ചെയ്ത് പറഞ്ഞു, എല്ലാ മാതാപിതാക്കളും ഒരു കരം നെഞ്ചോട് ഉയർത്തി പിടിക്കൂ, മറുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ, എന്നിട്ട് കരയാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കയ്യൊന്ന് ഉയർത്തിപ്പടി. കർത്താവേ, എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനമെന്ന് നീ പറയണമെങ്കിൽ ആദ്യം നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം, നിൻ്റെ വായിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണം. ഓ ശമറകനിയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കഷ്ടത കൊണ്ട് അധികം ആരും ദൈവറൂട്ട് മാറിയിട്ടില്ല. പട്ടിണി കൊണ്ട് അധികം ആരും യേശുവിനെ വേണ്ടെന്ന് വെച്ചിട്ടില്ല. എന്നാൽ സകലത്തിൻ്റെയും സമൃദ്ധി ഹേതുവായി പലരും ഈ കൃപ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ കരയണം, പ്രാർത്ഥിച്ചാൽ പോരാ. ഇവിടെ വന്ന നല്ല കാര്യമാണ്, ഇവിടുത്തെ സാഹചര്യമൊക്കെ അനുഭവിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ നിനക്ക് ദൈവം തന്ന ഭൗതിക ധനം നിന്റെ തലമുറയെ നരകത്തിലെത്തിച്ചാൽ അത് അനുഗ്രഹമല്ല, ശാപമാണ്. അതിനുകൊണ്ട് കരഞ്ഞോണേ. എല്ലാം തന്നു, പക്ഷേ തലമുറ കൃപയെ നിൽക്കണം. അങ്ങ് കാണണം അവര്. ഇപ്പം ഞാൻ പറയാൻ വന്നത്, സകല മാതാപിതാക്കളും കൈ നനച്ചോട് പിടിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും എൻ്റെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും, എൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. ഹാളിൽ നിശബ്ദതയായിരുന്നു. കരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ജനം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും മക്കളില്ലാത്തൊരു സഹോദരി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, കർത്താവേ, ഈ ദൂത് ഇവരോട് ആരോടും അല്ല, ഈ ദൂത് എന്നോടാ. എൻ്റെ മേലുള്ള നിൻ്റെ ആത്മാവും എൻ്റെ വായിൽ നീ തന്ന വചനവും അതെന്നിൽ അവസാനിക്കരുത്. എൻ്റെ സന്താനങ്ങളിൽ മേൽ വ്യാപരിക്കണം. നീ എനിക്ക് തലമുറയെ തന്നേ മതിയാകുകയുള്ളൂ. പ്രസംഗിച്ച പാസ്റ്റർ ബി മോനച്ചൻ ആ പ്രാർത്ഥന കേട്ടില്ല. അവൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അവിടെ ഭർത്താവ് ആ പ്രാർത്ഥന കേട്ടില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേട്ടു. കൃത്യം 4 വർഷം കഴിഞ്ഞ് അതേ സ്റ്റേജിൽ ഞാൻ പ്രസംഗിച്ചിറങ്ങുമ്പോൾ ദൈവദാസ, ഒരു ഫാമിലി എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ ലോക്കൽ പാസ്റ്ററോട് പറഞ്ഞിരുന്നു. അവർ എന്നെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 മേശയ്ക്ക് അപ്പുറത്തും 2 കുഞ്ഞു മേശകൾ, കുഞ്ഞു കസേരകൾ, പാവക്കുട്ടിയെപ്പോലെ 2 എണ്ണം. എന്നിട്ട് പറഞ്ഞു, പ്രിയ പാസ്റ്റർ, അങ്ങ് 2001 സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അന്നയെപ്പോൾ അവൾ പറയുക, കർത്താവിനോട് ഞാൻ പറഞ്ഞു ഇത് എന്നോടാണ്. 4 വർഷത്തിനുള്ളിൽ ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി. നിന്റെ തലയിൽ കയറി ഓടിയവർ കാണുക, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഒരഭിഷക്തൻ ദൂത് വിളിച്ചു പറയുമ്പോൾ നീ പറയണം എന്നോടാണെന്ന്. അതെ, നീ എവിടെ അപമാനിക്കപ്പെട്ടോ, നീ എവിടെ ആക്ഷേപിക്കപ്പെട്ടോ, നീ എവിടെ തള്ളപ്പെട്ടോ, നിന്റെ തലമുറ എവിടെ ഹല്ലേലൂയ തള്ളപ്പെട്ടോ, അവിടെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവരുടെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യും. ഒന്നുകൂടെ ശക്തിയോടെ കരം അടിച്ചുകൊണ്ട് പറ, വാ തുറന്ന് പറ, എൻ്റെ തലയിൽ കയറി ഓടിയവർ കാണുക, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറ. അബാ ശബാ റോഖോനിയ അന്തോനിയ റബാ സതുനിയ. നമുക്കെല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. കൃത്യസമയമായി ഞാൻ കഴിഞ്ഞ പകൽ നിങ്ങളോട് പറയുകയുണ്ടായി. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിലൊരുത്തി പ്രവാചകൻ്റെ ഇടയിൽ വന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കൂ, യജമാനനെ, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ ഭക്തനായി. അവൻ എൻ്റെ ഭർത്താവിനേക്കാൾ നിന്റെ ദാസനായിരുന്നു. നിന്റെ ദാസനേക്കാൾ അവനെ ഭക്തനായിരുന്നു. ഞാൻ എന്നോട് ഇവിടെ ദൈവമക്കളോട് പറയാം, നീ ഒരു ഭക്തനാണെന്ന് ഭൂവിലാരും നിന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും, നീ ജീവനോടിരിക്കുമ്പോഴോ നിന്റെ കണ്ണടഞ്ഞ ശേഷമോ നിന്നെ ഓർക്കുമ്പോൾ നിന്റെ തലമുറയുടെ കണ്ണ് നിറയണം. അവർ പറയണം, എൻ്റെ പപ്പ ഒരു ഭക്തനായിരുന്നെന്ന്, എൻ്റെ മമ്മി ഒരു ഭക്തയായിരുന്നെന്ന്. അതിനേക്കാൾ വലിയ സാക്ഷ്യമില്ല, വലിയ സർട്ടിഫിക്കറ്റ് ഇല്ല, അതിനേക്കാൾ വലിയ നേട്ടമില്ല. നിന്റെ തലമുറയ്ക്കൊന്നും സമ്പാദിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും
നീ സാക്ഷ്യമുള്ള ജീവിതം നയിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ 7ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ നിത്യത്തിലേക്ക് പോയതാണ്. ഏതാൾക്കൂട്ടത്തിൽ നിന്നും എൻ്റെ അപ്പനെ ഓർത്താൽ എൻ്റെ അപ്പൻ്റെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കണ്ണ് നിറയും. കാരണം അദ്ദേഹം ഒരു ഭക്തനായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്മേളനത്തിൽ ഡേവിഡ് യോഗിച്ചോടൊപ്പം നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്നോട് യാത്ര ചോദിക്കാതെ എൻ്റെ അമ്മ നിത്യത്തിലേക്ക് പോയി. ഏത് ജനക്കൂടെന്ന് പ്രസംഗിക്കുമ്പോഴും എൻ്റെ അമ്മയെ ഓർത്താൽ എൻ്റെ കണ്ണ് നിറയും. എൻ്റെ അമ്മ ഭക്തയായിരുന്നു. ഒത്തിരി നേടിയുണ്ടെന്നും ആയില്ലെന്നേ. പണത്തിന് വേണ്ടിയും പൗണ്ടിന് വേണ്ടിയും ഡോളറിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ ഒക്കെ നല്ലതാണ്. പക്ഷെ തലമുറ കൃപയിലുണ്ടോ എന്ന് നോക്കിക്കോണം. അവിടെ എത്തണം. കണ്ണടച്ചേ, പ്രാർത്ഥിച്ചേ.